ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. റീകോയിൽ ഓഫ് ഗൺ. ഒരു ഗണ്ണിൻ്റെ റീകോയിൽ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്തതിന് ശേഷം, ബുള്ളറ്റ് പുറത്തേക്ക് പോയതിന് ശേഷം ആ ഗണ്ണ് ഒരു പ്രത്യേക വെലോസിറ്റിയോട് കൂടിയിട്ട് ബാക്ക്വേർഡായിട്ട്, അതായത് ബുള്ളറ്റ് മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പുറകോട്ട് മൂവ് ചെയ്യുന്നു. ആ ഒരു മോഷനെയാണ് നമ്മൾ റീകോയിൽ എന്ന് പറയുന്നത്. ഈ ഒരു റിവേഴ്സ് മോഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ ദ റിവേഴ്സ് മോഷൻ ഓഫ് ദ ഗൺ ആഫ്റ്റർ ഫയറിങ് ദ ബുള്ളറ്റ്. ബുള്ളറ്റ് ഫയർ ചെയ്തതിന് ശേഷം ഗണ്ണിനുണ്ടാവുന്ന റിവേഴ്സ് മോഷൻ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഗണ്ണിൽ നിന്ന്, ഒരു തോക്കിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുക, അല്ലേ? വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ പോയി അത് തുളച്ച് കയറുന്നു. അപ്പോൾ ആ ബുള്ളറ്റിനുണ്ടാവുന്ന മോഷൻ വളരെ ഹൈ വെലോസിറ്റിയോട് കൂടി അല്ലെങ്കിൽ ഹൈ മൊമെൻറ്റത്തോട് കൂടിയിട്ടാണ്. വെലോസിറ്റി വളരെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മൊമെൻറ്റം ഉണ്ട്. ആ ഹൈ മൊമെൻറ്റം കൊണ്ടാണ് ആ ബുള്ളറ്റിന് അത്ര വലിയൊരു ആഘാതം സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നത്. മൊമെൻറ്റം വളരെ ഹൈ ആണ്. അപ്പോൾ ഹൈ മൊമെൻറ്റത്തോട് കൂടിയിട്ട് ബുള്ളറ്റ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഗണ്ണ് ബാക്ക്വേർഡായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുറകോട്ട് കുറച്ച് ഒന്ന് മൂവ് ചെയ്യുന്നു. അതായത് നമ്മുടെ ആ ഗണ്ണിൻ്റെ മോഷൻ നമുക്ക് കാണാനൊന്നും സാധിക്കില്ല, പക്ഷേ അതൊരു നിശ്ചിത വെലോസിറ്റിയോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ റീകോയിൽ ഓഫ് ദ ഗൺ എന്ന് പറയുന്നത്. റിവേഴ്സ് മോഷൻ ഓഫ് ദ ഗൺ ആഫ്റ്റർ ഫയറിങ് ദ ബുള്ളറ്റ്. റിവേഴ്സ് മോഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഗണ്ണും ബുള്ളറ്റും റെസ്റ്റ് പൊസിഷനിലാണ്, മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അവിടെ എന്താ, വെലോസിറ്റി 0 ആണ്. അപ്പോൾ മൂവ്മെൻ്റ് ഇല്ലാത്തൊരു കേസിൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ വെലോസിറ്റി 0 ആകുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം 0 ആയിരിക്കും. ബുള്ളറ്റ് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം 0 ആണ്, ഗണ്ണിനും മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ് 0 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച്, ഞാൻ ആദ്യമേ പറഞ്ഞു, റീകോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ചിട്ട് എന്താണ്, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്നാണ്, അല്ലെങ്കിൽ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊളീഷനല്ല നടക്കുന്നത്, ബുള്ളറ്റ് ഫയറിംഗ് ആണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് എന്നായിരിക്കണം. അപ്പോൾ ഇവിടെ ഫയറിങ്ങിന് മുമ്പ് എന്താണ് ടോട്ടൽ മൊമെൻറ്റം? രണ്ടും ബുള്ളറ്റ് ആണെങ്കിലും ഗണ്ണാണെങ്കിലും റെസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത് ഫയർ ചെയ്യുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മൊമെൻറ്റം 0 ആണ്. റെസ്റ്റിലിരിക്കുമ്പോൾ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ഉള്ള വസ്തുക്കൾക്കാണ് മൊമെൻറ്റം ഉള്ളത്. അതൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ് 0 ആണ്. അപ്പോൾ അതുതന്നെ ആയിരിക്കണം എന്ത്, ആഫ്റ്റർ ഫയറിങ്ങും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ അത് 0 ആവാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഫയർ ചെയ്തതിന് ശേഷം ബുള്ളറ്റ് വളരെ ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം 0 അല്ല, അവിടെ ഒരു ഹൈ മൊമെൻറ്റം ബുള്ളറ്റിനുണ്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഗണ്ണിനും അതേപോലെ ഒരു മൊമെൻറ്റം ഉണ്ടായിരിക്കണം. ഗണ്ണിന് മൊമെൻറ്റം ഉണ്ടാവണമെങ്കിൽ ഗണ്ണ് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്കാണല്ലോ മൊമെൻറ്റം ഉള്ളത്. അപ്പോൾ ബുള്ളറ്റിന് ഒരു പ്രത്യേക ഡയറക്ഷനിൽ മൊമെൻറ്റത്തിന് ഡയറക്ഷൻ ഉണ്ടെന്ന് അറിയാം, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പം ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിൽ ഗണ്ണിന് ഒരു മൊമെൻറ്റം അതിനോട് ഈക്വൽ ആയിട്ടുള്ള, ബുള്ളറ്റിൻ്റെ മൊമെൻറ്റത്തിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് പോസിറ്റീവും നെഗറ്റീവും കൂട്ടിക്കഴിഞ്ഞാൽ 0 ആവുള്ളൂ. അപ്പോൾ 0 ആയിരിക്കണം. ടോട്ടലി നമുക്ക് ആഫ്റ്റർ ഫയറിങ് എന്തായിരിക്കണം, ടോട്ടൽ മൊമെൻറ്റം 0 ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഷൻ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം
ത്തിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു നെഗറ്റീവ് ഡയറക്ഷനിൽ ഒരു നെഗറ്റീവ് മൊമെൻറ്റം എന്തിനുണ്ട്, ഗണ്ണിന് ഉണ്ട്, റിവേഴ്സ് ഡയറക്ഷനിൽ. അതുകൊണ്ടാണ് ഗണ്ണിന് അങ്ങനെ ഒരു വെലോസിറ്റി ഉണ്ടാവുന്നത്. അങ്ങനെ ടോട്ടൽ മൊമെൻറ്റം ഇപ്പോൾ ഒരേ ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള മൊമെൻറ്റം വരുമ്പോൾ രണ്ടും കൂടി ടോട്ടൽ എന്താവും, 0 ആവും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് 0 ആയി കിട്ടും, ബിഫോർ ഫയറിങ് 0 ആണ്. അങ്ങനെയാണ് ഇവിടെ മൊമെൻറ്റം കൺസർവ്ഡ് ആവുന്നത്. ദാറ്റ് മീൻസ് ഗണ്ണ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ബുള്ളറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ബുള്ളറ്റിന് എത്ര മൊമെൻറ്റം ഉണ്ടോ അതിൻ്റെ നേരെ നെഗറ്റീവ് ആയിരിക്കും ഗണ്ണിനുണ്ടാവുന്ന മൊമെൻറ്റം. അപ്പോൾ ആ ഒരു റിവേഴ്സ് മോഷനെ പറയുന്ന പേരാണ് റീകോയിൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റീകോയിൽ വെലോസിറ്റി, ഗണ്ണ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിനെയാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗണ്ണിൻ്റെ ആ റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ എം എന്നുള്ളത് മാസ് ഓഫ് ബുള്ളറ്റ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ എം ബുള്ളറ്റിൻ്റെ മാസ്സായിട്ട് എടുത്തു. ഗണ്ണിൻ്റെ മാസിനെ ക്യാപിറ്റൽ ലെറ്റർ എം എന്നെടുത്തു. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ഫോർവേഡ് ഡയറക്ഷനിൽ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ വി എന്നും, ഗണ്ണിൻ്റെ വെലോസിറ്റി റീകോയിൽ വെലോസിറ്റീനെ, അതായത് ഗണ്ണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റീനെ ക്യാപിറ്റൽ ലെറ്റർ വി എന്നും എടുത്തു. അപ്പോൾ ഗണ്ണിൻ്റെ എല്ലാ മാസും വെലോസിറ്റിയും ക്യാപിറ്റൽ ലെറ്റർ എമ്മും ക്യാപിറ്റൽ ലെറ്റർ വിയും എടുക്കുക. ബുള്ളറ്റിൻ്റെ മാസും വെലോസിറ്റിയും സ്മോൾ ലെറ്റർ എമ്മും സ്മോൾ ലെറ്റർ വിയും എടുക്കുക. ദെൻ നമുക്കറിയാം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ്ങിന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം എന്താണ്, 0 ആണ്. ഗണ്ണും ബുള്ളറ്റും ഒന്നും മൂവ് ചെയ്യുന്നില്ല. ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് എന്തെഴുതാം, ഫയറിങ്ങിന് ശേഷം ഉണ്ടാവുന്ന ടോട്ടൽ മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സിസ്റ്റമാണ് അല്ലേ, ബുള്ളറ്റും ഉണ്ട് ഗണ്ണും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും മൊമെൻറ്റം തമ്മിൽ കൂട്ടിയാലാണ് അവിടെ ടോട്ടൽ മൊമെൻറ്റം കിട്ടുക. അപ്പോൾ എം വി, സ്മോൾ ലെറ്റർ എം വി പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ എം വി, മൊമെൻറ്റം പി ഈക്വൽ ടു എം വി എന്നാണെന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് എന്നുള്ളത് എം വി പ്ലസ് എം വി എന്ന് കിട്ടി. ദെൻ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ചിട്ട് എന്താ, ലോ ഓഫ് കൺസർവേഷൻ അനുസരിച്ചിട്ട് എന്ത് വേണം, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് അല്ലേ. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് 0 ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗും എന്താവണം, 0 ആണ്. അപ്പോൾ എം വി പ്ലസ് എം വി ഈക്വൽ ടു 0. എം വി പ്ലസ് എം വി എന്നുള്ളത് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് ആണ്. അതെന്താവണം, 0 ആവണം. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ വി ആണ്. ക്യാപിറ്റൽ ലെറ്റർ വി, അതാണ് റീകോയിൽ വെലോസിറ്റി ഈക്വൽ ടു മൈനസ് എം വി. അതായത് നിങ്ങൾക്ക് സാമാന്യം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ എം വി പ്ലസ് എം വി ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൽ നിന്ന് ആദ്യം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം വിനെ അവിടെ നിർത്തിയിട്ട് സ്മോൾ ലെറ്റർ എം വിനെ ഇക്വാലിറ്റി സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് മൈനസ് എം വി എന്നാവും. ദെൻ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ വി ഈക്വൽ ടു, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എം അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് ഡിവൈഡഡ് ബൈ എം ആവും. അപ്പോൾ മൈനസ് എം വി ബൈ എം എന്ന് ഉള്ള എക്സ്പ്രഷൻ കിട്ടുന്നു. എക്സ്പ്രഷൻ മീൻസ് ഇക്വേഷൻ എന്നാണ്. അപ്പം റീകോയിൽ വെലോസിറ്റി വി ഈക്വൽ ടു മൈനസ് എം വി ബൈ എം എന്ന് കിട്ടും. വളരെ സിമ്പിളാണ്. റീകോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എല്ലാ എക്സാമിനും റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. റീകോയിൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും അതുപോലെ റീകോയിൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും. അപ്പോൾ റീകോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിവേഴ്സ് മോഷൻ ഓഫ് ദ ഗൺ ആഫ്റ്റർ ഫയറിങ് ദ ബുള്ളറ്റ്. ദെൻ അതിനുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പോൾ എക്സ്പ്രഷനിൽ ആദ്യം 4 ടേംസ് കൊടുക്കുക. ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം എന്നും, ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ ലെറ്റർ എം എന്നും, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി എന്നും, ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ വി എന്നും കൊടുക്കുക. ദെൻ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ് 0 ആണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് എന്താണ്, എം വി പ്ലസ് എം വി, സ്മോൾ ലെറ്റർ എം വി പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ എം വി. ദെൻ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എം വി പ്ലസ് എം വി ഈക്വൽ ടു 0. അതിൽ നിന്ന് റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ ലെറ്റർ വി ഈക്വൽ ടു മൈനസ് എം വി ബൈ എം എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്
ഇമ്പൾസിനെ കുറിച്ചിട്ടാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ ഷോർട്ട് ടൈം ഇൻ്റർവൽ. ഒരു ചെറിയ സമയത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു വലിയ ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ കിക്കിംഗ് എ ഫുട്ബോൾ, ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുക, ബ്ലോ വിത്ത് എ ഹാമർ, ഒരു ചുറ്റിക എടുത്തിട്ടൊരു ആണി അടിക്കുക, അതൊക്കെ ഇമ്പൾസിന് എക്സാമ്പിളാണ്. അവിടെയൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു വലിയ ഫോഴ്സ് ഒരു ചെറിയ ടൈമിലേക്ക് ആക്ട് ചെയ്യാം, ടൈം ഇൻ്റർവെൽ സമയത്തേക്ക് ആക്ട് ചെയ്യാം. അപ്പോൾ ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ സമയം എടുത്തിട്ടായിരിക്കില്ല കിക്ക് ചെയ്യുക. ആ കിക്ക് ചെയ്യുക എന്നുള്ളൊരു മൊമെൻ്റാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും കിക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സെക്കൻഡ്സ് ഒന്നുമല്ല. ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അത്രയും സമയം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സെക്കൻഡ്സിൻ്റെ ഉള്ളിലാണ് വലിയൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയാം. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇൻ്റർവൽ. ഇപ്പോൾ നമ്മളൊരു ആണി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചുറ്റിക ഉപയോഗിച്ചൊരു ആണി അടിക്കുമ്പോൾ ആ ആണിയിലേക്ക് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എത്ര ഒരു മൊമെൻറ്റിലാണ്, വളരെ കുറഞ്ഞ സെക്കൻഡ്സിൻ്റെ അകത്താണ് ആ വലിയൊരു ഫോഴ്സ് ചെന്നിട്ട് ആ ആണിയിലേക്ക് സ്പർശിക്കുന്ന ആ ചുറ്റിക ആ ആണിയിലേക്ക് വളരെ ഹൈ ഫോഴ്സോട് കൂടിയിട്ട് സ്പർശിക്കുന്ന ആ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ ചെറിയ സെക്കൻഡിൻ്റെ ഉള്ളിൽ വലിയൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ കാലുകൊണ്ട് കിക്ക് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്, നിങ്ങളുടെ കാലും ഫുട്ബോളും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ സെക്കൻഡോട് കൂടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഒരു വലിയ ഫോഴ്സ് ആ ബോളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇൻ്റർവൽ, ഒരു ചെറിയ സമയ ഇടവേളയിലേക്ക് ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇമ്പൾസ് എന്ന്. ഈ ഇമ്പൾസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പൾസ് ഐ ഈക്വൽ ടു എന്തെഴുതാം? ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിൻ്റെ ടൈമാണ് അവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് വരുന്നത്, രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. അതായത് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഇമ്പൾസ് ഐ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ദെൻ ഇമ്പൾസിനെ കുറിച്ച് പറയാനുള്ള കാര്യം, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഇവിടെ പ്രൊഡക്റ്റാണ്, ഒന്ന് വെക്റ്ററാണ്, ഒന്ന് സ്കേലാറാണ്. ടൈം സ്കേലാറാണ്, ഫോഴ്സ് വെക്റ്റർ ആയത്, രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് കിട്ടുക. അപ്പോൾ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഇമ്പൾസ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഇമ്പൾസിൻ്റെയും ഡയറക്ഷൻ. ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഇമ്പൾസിൻ്റെയും ഡയറക്ഷൻ. ദെൻ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡാണ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂട്ടൺ സെക്കൻഡാണ് ഇമ്പൾസിൻ്റെ യൂണിറ്റ്. ദെൻ ഇമ്പൾസ് ഐ ഈക്വൽ ടു നമുക്ക് എഴുതാം എഫ് ഇൻറ്റു ടി, ഫോഴ്സ് ഇൻറ്റു ടൈം. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ഫോഴ്സ് എഫ് ഈക്വൽ ടു MA ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ എഫ് ഈക്വൽ ടു MA. MA എന്ന് നമുക്ക് അവിടെ കൊടുക്കാം MA ഇൻറ്റു ടി. ദെൻ MA അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ത് വരും? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ V മൈനസ് U ബൈ ടി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ M ഇൻറ്റു V മൈനസ് U ബൈ ടി ഇൻറ്റു ടി. അപ്പോൾ ഒന്നിൽ ഒരു ഡിവൈഡഡ് ബൈ ടി ഉണ്ട്, ഇൻറ്റു ഒരു ടിയും ഉണ്ട്. അപ്പോൾ രണ്ടും ക്യാൻസലാവും. മനസ്സിലാവുന്നുണ്ട്? M ഇൻറ്റു V മൈനസ് U ബൈ ടി എന്നാണ്, ഇൻറ്റു ടി. അപ്പോൾ ഒന്നിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും 1 ആയി, അല്ലെങ്കിൽ ക്യാൻസലാവുന്നു. അപ്പോൾ MV മൈനസ് ഫൈനൽ ഇക്വേഷൻ MV മൈനസ് MU, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. അതായത് MV എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് MU എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം. ദാറ്റ് മീൻസ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം, ചേഞ്ച് ഇൻ മൊമെൻറ്റം, മൊമെൻറ്റത്തിലുണ്ടായ ചേഞ്ച്.
അപ്പോൾ ഇമ്പൾസ് ഈക്വൽ ടു എന്ത് കിട്ടി? ചേഞ്ച് ഇൻ മൊമെൻറ്റം. എപ്പോഴും പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇമ്പൾസ് ഐ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇമ്പൾസ് ഐനെ നമ്മൾ എഫ് ഇൻറ്റു ടി എന്ന് എഴുതും. ഫോഴ്സ് ഇൻറ്റു ടൈം. അതിൽ ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ എം എ ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇൻറ്റു ടി. ടി ക്യാൻസൽ ആവുന്നു, ബാക്കി എം വി മൈനസ് എം യു. അവിടെ എം വി മൈനസ് എം യു മീൻസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇത് നമ്മൾ അടുത്തത് പഠിക്കുന്നൊരു കാര്യമാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഇപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ ന്യൂട്ടൻ്റെ തേർഡ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. റോക്കറ്റ് വർക്ക് ചെയ്യുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോൻ്റെ ബേസിസിലാണ്. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ എ റോക്കറ്റ് ഈസ് എ ബോഡി ഡ്രിവൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ജെറ്റ് ഓഫ് എയർ. ഒരു എയറിൻ്റെ ജെറ്റുണ്ട്. ജെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന എയർ. അപ്പം ആ ജെറ്റ് ഓഫ് എയറിൻ്റെ ഹെൽപ്പോട് കൂടി ഡ്രൈവ് ചെയ്യുന്ന ഒരു ബോഡിയാണ് റോക്കറ്റ് എന്ന് പറയുന്നത്. റോക്കറ്റ് ഈസ് എ ബോഡി ഡ്രിവൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ജെറ്റ് ഓഫ് എയർ. ദെൻ ഇറ്റ് വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, റോക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു റോക്കറ്റ് പ്രൊപ്പൽഷനാണ് കാണിച്ചിട്ടുള്ളത്. റോക്കറ്റ് പ്രൊപ്പൽഷനിൽ മനസ്സിലാവും റോക്കറ്റിൻ്റെ പുറകിൽ കൂടി വലിയ പുക പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ജെറ്റാണ്, ജെറ്റ് ഓഫ് എയർ. അതായത് വളരെ ഹൈ വെലോസിറ്റിയോട് കൂടി ഹൈ മൊമെൻറ്റത്തോട് കൂടിയിട്ട് റോക്കറ്റിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു പുക, അതായത് എയർ ഗ്യാസസിൻ്റെ ഒരു ജെറ്റാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ആകാശത്തൊക്കെ കാണുന്നതാണ് അല്ലേ. ജെറ്റ് വിമാനങ്ങൾ പോകുമ്പോൾ കാണാമല്ലോ, അതിന് പുറകെ ഒരു പുക ഇങ്ങനെ പോകുന്നതായിട്ട് ഒരു വര പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ജെറ്റ് എന്ന് പറയുന്നത്. ഇതിന് എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു റോക്കറ്റിൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഫ്യൂവൽ. ആദ്യം കാണിക്കുന്നത് ഫ്യൂവലാണ്. റോക്കറ്റിനൊരു ഇന്ധനം വേണം, അതാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. ദെൻ ഓക്സിഡൈസർ, ഫ്യൂവൽ ഓക്സിഡൈസ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിൻ്റെ 2 പമ്പുകളുണ്ട്. ദെൻ കമ്പഷൻ ചേമ്പർ കാണാം. കമ്പഷൻ ചേമ്പറിന് ശേഷം നോസിൽ എന്ന് പറയുന്ന ഭാഗം കാണാം. നോസിലിൽ നിന്ന് നീല കളറിൽ പുറത്തേക്ക് ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് പുറത്തേക്ക് പോകുന്ന ഗ്യാസ്, വളരെ ഹൈ പ്രഷറിലുള്ള ഗ്യാസ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഫ്യൂവലുണ്ട്, ഓക്സിഡൈസർ ഉണ്ട്, പമ്പുകളുണ്ട്, കമ്പഷൻ ചേമ്പർ ഉണ്ട്, നോസിലുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ വർക്കിംഗ് എന്ന് നോക്കാം. ഇൻ ദ കമ്പഷൻ ചേമ്പർ ഓഫ് ദ റോക്കറ്റ് the fuel is burnt and a high pressure is developed inside the chamber. അപ്പോൾ ഈ ഫ്യൂവലും ഓക്സിഡൈസ് ചെയ്യുന്ന ഏജൻറ്റ്, ഓക്സിഡൈസറിൽ നിന്നുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റും കൂടി 2 പമ്പ് വഴി കമ്പഷൻ ചേമ്പറിൽ എത്തുന്നു. ഫ്യൂവലും ഓക്സിഡൈസിങ് ഏജൻറ്റും കൂടി മിക്സായിട്ട് പമ്പിലൂടെ, അവിടെ നീലയും ചുവപ്പുമായിട്ട് പമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പമ്പുകളിലൂടെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ കമ്പഷൻ ചേമ്പറിൽ വെച്ചിട്ട് ഈ ഫ്യൂവൽ ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കത്തുക, ഇന്ധനം കത്തുന്നു. അപ്പോൾ എക്സ്ഹോസ്റ്റ് ചെയ്യാന്ന് നമുക്ക് പറയാം. നമുക്ക് ഇന്ധനം കത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? വളരെ ഹൈ പ്രഷർ അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കമ്പഷൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ, കമ്പഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ വളരെ ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിലും ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പഷൻ ചേമ്പറിൽ വളരെ ഹൈ പ്രഷറാണ് ഉണ്ടാവുക, മർദ്ദം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ ഈ ഇന്ധനം അവിടെ കത്തിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഗ്യാസ്, ഇന്ധനം കത്തിയിട്ടുണ്ടാവുന്ന ഗ്യാസ് എന്തായിരിക്കും? വളരെ ഹൈ പ്രഷറോട് കൂടിയ ഗ്യാസ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദ ഗ്യാസ് വിത്ത് ഹൈ പ്രഷർ എസ്കേപ്സ് ത്രൂ ദ നോസിൽ ആസ് എ ജെറ്റ്.
കമ്പഷൻ ചേമ്പറിന് ശേഷമുള്ള നോസിലിലൂടെ എന്ത് ചെയ്യും, ഈ ഗ്യാസ് ഇന്ധനം കത്തിയിട്ടുണ്ടാവുന്ന ഹൈ പ്രഷറിലുള്ള ഗ്യാസ് എസ്കേപ്പ് ചെയ്യാണ്, പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ആക്ഷൻ ഫോഴ്സ്. ഈ ജെറ്റ്, അതായത് ഒരു ജെറ്റായിട്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ജെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ വെലോസിറ്റിയോടുകൂടി, ഹൈ വെലോസിറ്റി ആണെങ്കിൽ ഹൈ മൊമെൻറ്റം ഉണ്ടാവും. അപ്പോൾ വളരെ ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് ഈ പുക അല്ലെങ്കിൽ ഈ ഗ്യാസ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ ആക്ഷൻ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ്, ദിസ് ഈസ് ദ ആക്ഷൻ ഫോഴ്സ്. ദെൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, this jet of gases exerts an equal force on the rocket in the opposite direction. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചിട്ട് എന്താണ്, ഒരു ആക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഈക്വൽ ആയിട്ടുള്ള റിയാക്ഷൻ ഫോഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചിട്ട് ഈ ജെറ്റ് ഓഫ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു, റോക്കറ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈക്വൽ ആയിട്ടുള്ള ആക്ഷൻ ഫോഴ്സ്, ഈ ഗ്യാസ് പുറത്തേക്ക് പോകുന്നതാണ് അവിടുത്തെ ആക്ഷൻ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് വളരെ ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ടാകുമ്പോൾ അത് ആക്ഷൻ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സിനോട് ഈക്വൽ ആയിട്ടുള്ളതും എന്നാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഫോഴ്സ് റോക്കറ്റിലും ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജെറ്റ് ഓഫ് ഗ്യാസസ് എക്സേർട്സ് ആൻ ഈക്വൽ ഫോഴ്സ് ഓൺ ദ റോക്കറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്തായി, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയി. ന്യൂട്ടൻ്റെ തേർഡ് ലോ അവിടെ അപ്ലൈ ആയി. ദിസ് ഈസ് ദ റിയാക്ഷൻ ഫോഴ്സ്. ഈ ഫോഴ്സാണ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്, വിച്ച് പുഷസ് ദ റോക്കറ്റ് അപ്വേർഡ്. അപ്പോൾ ഈ റിയാക്ഷൻ ഫോഴ്സ് കാരണം റോക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ ഫോഴ്സാണ് റോക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നതൊന്നുമില്ല. റോക്കറ്റിലുണ്ടാകുന്ന ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിൽ വെച്ച് ബേൺ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, വളരെ ഹൈ പ്രഷർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാസ്, ഹൈ പ്രഷറിലുള്ള ഈ ഗ്യാസ് റോക്കറ്റിൻ്റെ നോസിൽ എന്ന് പറയുന്ന ഭാഗത്തിലൂടെ പുറത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ജെറ്റ് എന്ന് പറയുന്നത്. ഈ പുറത്ത് പോകുന്ന ഈ ഗ്യാസിന് വളരെ ഹൈ വെലോസിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ജെറ്റ് ഓഫ് ഗ്യാസസ് പുറത്ത് പോകുന്നതാണ് അവിടെ ആക്ഷൻ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ചിട്ട് ഈ ആക്ഷൻ ഫോഴ്സിനോട് ഈക്വൽ ആയിട്ടുള്ള എന്നാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഫോഴ്സ് അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ ജെറ്റ് ഓഫ് ഗ്യാസസ് എന്ത് ചെയ്യും, റോക്കറ്റിലൊരു റിയാക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഈ റിയാക്ഷൻ ഫോഴ്സാണ് റോക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് അവിടെ നടക്കുന്ന വർക്കിംഗ്. ദെൻ നമുക്ക് ചെറിയ ഒരു ഇക്വേഷൻ നമുക്കിതിൽ ഡിറൈവ് ചെയ്യണം. ഇപ്പോൾ റോക്കറ്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സിനെ നമ്മൾ ടി എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ത്രസ്റ്റ് എന്നാണ് മീനിങ്. കൂടുതലൊന്നും നിങ്ങൾക്ക് അറിയാനില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ടി എന്ന് പറഞ്ഞാൽ റോക്കറ്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സാണ്. ഇവിടെ റോക്കറ്റിൻ്റെ വെയിറ്റാണ് mg എന്നുള്ളത്. എം എന്ന് പറഞ്ഞാൽ റോക്കറ്റിൻ്റെ മാസ് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഏതൊരു വസ്തുവിൻ്റെയും വെയിറ്റ് mg ആണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ എം എ എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റോക്കറ്റ്. റോക്കറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എം എ എന്ന് വിചാരിക്കുക. അപ്പോൾ എം എ എന്ന് പറഞ്ഞാൽ ടി മൈനസ് എം ജി എന്ന് എഴുതാം. റിയാക്ഷൻ ഫോഴ്സ് മൈനസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ അതിൽ നിന്ന് ആക്സലറേഷൻ എ ഈക്വൽ ടു ടി മൈനസ് എം ജി ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടും. അപ്പോൾ റോക്കറ്റിൻ്റെ ആക്സലറേഷൻ എ ഈക്വൽ ടു ടി മൈനസ് എം ജി ബൈ എം എന്നെഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, റോക്കറ്റ് കൂടുതൽ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ആസ് ദ റോക്കറ്റ് ഗോസ് ടു ലാർജർ ഹൈറ്റ്സ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിലാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആയിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകും തോറും, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു വരുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് ടി മൈനസ് എം ജി ബൈ എം എന്നുള്ള ഇക്വേഷൻ അനുസരിച്ചിട്ട് ആക്സലറേഷൻ ഇൻക്രീസ് ചെയ്യും. അതായത് റോക്കറ്റ് ഇങ്ങനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും തോറും റോക്കറ്റിൻ്റെ കിട്ടുന്ന ആക്സലറേഷൻ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് റോക്കറ്റ് അതിൻ്റെ
ഓർബിറ്റിലേക്ക്, ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിനെ കൊണ്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഓർബിറ്റിലേക്ക് എത്താനുള്ള വെലോസിറ്റി അതിന് കിട്ടുന്നത്. ആക്സിലറേഷൻ ഇൻക്രീസ് ആയിട്ട് വരും. അപ്പോൾ വെലോസിറ്റിയും കൂടി കൂടി വരുന്നുണ്ട്. അങ്ങനെ റോക്കറ്റ് മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ വെലോസിറ്റി കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബലൂണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ബലൂണ് നിന്ന് എയർ പുറത്തേക്ക് പോകുമ്പോൾ ബലൂണ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് അറിയാം അല്ലേ. അതിൻ്റെ എയർ പുറത്ത് പോകുമ്പോൾ ഇനി മുകളിലേക്ക് അല്ലെങ്കിലും അത് ആക്സിലറേറ്റഡ് ആവുന്നു. എയർ പുറത്തേക്ക് ശക്തിയായിട്ട് പോകുമ്പോഴാണ് ബലൂണ് മൂവ് ചെയ്ത് പോവുക. സംശയം ഉണ്ടെങ്കിൽ ഒരു ബലൂണ് വീർപ്പിച്ച് നോക്കിയിട്ട് അതിൻ്റെ എയർ പുറത്തേക്ക് കളഞ്ഞാൽ മതി. അപ്പോൾ ബലൂണ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അതിന് ആക്സിലറേഷൻ കിട്ടുന്നു. അപ്പോൾ ആ എയർ പുറത്തേക്ക് പോകുന്നതാണ് ആക്ഷൻ, അവിടെ നടക്കുന്ന ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ബലൂണിന് ഉണ്ടാവുന്ന മോഷനാണ് റിയാക്ഷൻ. അപ്പോൾ ആ എയർ പുറത്തേക്ക് പോകുന്തോറും ഹൈ വെലോസിറ്റിയോട് കൂടി എയർ പുറത്തേക്ക് പോകുമ്പോൾ ആ എയർ അതേ ഒരു ഫോഴ്സ് ഈക്വൽ ആയിട്ടുള്ള എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ബലൂണിൽ എക്സേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബലൂണ് മുന്നോട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകാനുള്ള കാരണം. അത് തന്നെയാണ് റോക്കറ്റിൽ നടക്കുന്നത്. റോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാതകം ഗ്യാസ് ഒരു റിയാക്ഷൻ ഫോഴ്സ് റോക്കറ്റിൽ എക്സേർട്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് കാരണം റോക്കറ്റ് മുന്നോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു റോക്കറ്റ് പ്രൊപ്പൽഷനിൽ മൊമെൻറ്റം കൺസർവ്ഡ് ആയി എന്നുള്ളതാണ്. ഇവിടെയും ടോട്ടൽ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനീഷ്യലി ടോട്ടൽ മൊമെൻറ്റം ഈസ് 0 ആസ് ദ റോക്കറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. റോക്കറ്റ് റെസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മൂവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മൊമെൻറ്റം 0 ആണെന്ന് പറയാം. വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് മൊമെൻറ്റം 0 ആണ്. The jet of hot gases escaping through the nozzle has high momentum. അപ്പോൾ ഈ ഹോട്ട് ഗ്യാസസ് കമ്പഷൻ ചേമ്പറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ ഹോട്ട് ഗ്യാസ് നോസിലൂടെ എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്യാസിന് വളരെ ഹൈ മൊമെൻ്റാണ് ഉണ്ടാവുക. ഗ്യാസ് വളരെ ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. കാരണം ഹൈ പ്രഷറാണ് കമ്പഷൻ ചേമ്പറിലുള്ളത്. അപ്പോൾ ആ ഹൈ പ്രഷറിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ടാണ് ഗ്യാസ് പുറത്തേക്ക് പോവുക. അപ്പോൾ ഹൈ വെലോസിറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മൊമെൻറ്റവും വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഗ്യാസിന് വളരെ ഹൈ മൊമെൻറ്റം ഉണ്ട്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ചിട്ട് ദ റോക്കറ്റ് ഷുഡ് ഹാവ് ഈക്വൽ മൊമെൻറ്റം ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണ്? ടോട്ടൽ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. ടോട്ടൽ മൊമെൻറ്റത്തിന് വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഇവിടെ കൊളീഷൻ അല്ല നടക്കുന്നത്, റോക്കറ്റ് പ്രൊപ്പൽഷനാണ്. അതുകൊണ്ട് തന്നെ റോക്കറ്റ് പുറപ്പെടുന്നതിന് മുമ്പ് ഉള്ള ടോട്ടൽ മൊമെൻറ്റം തന്നെ ആയിരിക്കണം റോക്കറ്റ് പോയി കഴിഞ്ഞാലും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ടോട്ടൽ മൊമെൻറ്റം റോക്കറ്റ് പ്രൊപ്പൽ ചെയ്യുന്നതിന് മുമ്പേ 0 ആണ്. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽ ചെയ്ത് കഴിഞ്ഞാലും അത് എന്തായിരിക്കണം? 0 ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗ്യാസിന് വളരെ ഒരു ഹൈ മൊമെൻറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ഡയറക്ഷനിൽ ഒരു ഹൈ മൊമെൻറ്റം ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റോക്കറ്റിനും ഒരു ഹൈ മൊമെൻറ്റം ഉണ്ടായിരിക്കണം. എന്നാണ് പോസിറ്റീവും നെഗറ്റീവും മൊമെൻറ്റം 0 ആയിട്ട് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ പ്രൊപ്പൽഷൻ 0 ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, അപ്പോൾ ഈ ഹൈ പ്രഷറിലുള്ള ഗ്യാസസ് പുറത്തേക്ക് പോകുമ്പോൾ അതിന് ഹൈ മൊമെൻറ്റം ഉണ്ടാവും. അത് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അത് നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റോക്കറ്റിന് എന്തുണ്ടാവണം? അതേപോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഹൈ മൊമെൻറ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ റോക്കറ്റിൻ്റെ മൊമെൻറ്റം നെഗറ്റീവും ഈ ഗ്യാസിൻ്റെ മൊമെൻറ്റം പോസിറ്റീവും ആകുമ്പോൾ ഒരേ ക്വാണ്ടിറ്റി ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും മൊമെൻറ്റം തമ്മിൽ കൂട്ടുമ്പോൾ ടോട്ടൽ മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ പ്രൊപ്പൽഷനും 0 ആവും, ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ പ്രൊപ്പൽഷനും 0 ആവും. The rocket should have an equal momentum in the opposite direction. Thus the rocket propels with a high velocity. അതുകൊണ്ടാണ് റോക്കറ്റ് ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് ഇവിടെ പ്രൊപ്പൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാസിൻ്റെ മൊമെൻറ്റം വളരെ ഹൈ ആയിരുന്നതുകൊണ്ട് റോക്കറ്റിൻ്റെ മൊമെൻറ്റവും വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് റോക്കറ്റിൻ്റെ വെലോസിറ്റി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഒന്നുമില്ല, ഇനീഷ്യലി ടോട്ടൽ മൊമെൻറ്റം 0 ആണ്. ദെൻ
the jet of hot gases escaping through the nozzle has high momentum. According to the law of conservation of momentum, the rocket should have an equal momentum in the opposite direction. Thus, the rocket propels with a high velocity. ദെൻ നമുക്ക് നോക്കാനുള്ളത് മൾട്ടി സ്റ്റേജ് റോക്കറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു സിംഗിൾ സ്റ്റേജ് റോക്കറ്റിൻ്റെ കാര്യമാണ് പഠിച്ചത്. അപ്പം എ സിംഗിൾ സ്റ്റേജ് റോക്കറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ടേക്ക് എ സാറ്റലൈറ്റ് ടു ആൻ ഓർബിറ്റ്. സോ എ മൾട്ടി സ്റ്റേജ് റോക്കറ്റ് ഈസ് യൂസ്ഡ്. മൾട്ടി സ്റ്റേജ് റോക്കറ്റ് യൂസ് ചെയ്യുന്നത് ഉള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, സിംഗിൾ സ്റ്റേജ് റോക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സാറ്റലൈറ്റിനെയൊന്നും അതിൻ്റെ ഓർബിറ്റിലേക്ക് എത്തിക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ റോക്കറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ലോഞ്ചിങ് ആണ്. സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് റോക്കറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ റോക്കറ്റിൻ്റെ സിംഗിൾ സ്റ്റേജ് ആയിരിക്കുമ്പോൾ അതിന് ഒരു സാറ്റലൈറ്റിനെ അതിൻ്റെ ഓർബിറ്റിലേക്ക് എത്തിക്കാനുള്ള അത്രയും ഹൈ വെലോസിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൾട്ടി സ്റ്റേജ് റോക്കറ്റുകൾ, അതായത് ഒന്നിലധികം സ്റ്റേജസ് ഉള്ള റോക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിലെന്താ നടക്കുന്നത്? ഇൻ എ മൾട്ടി സ്റ്റേജ് റോക്കറ്റ് മൾട്ടിപ്പിൾ റോക്കറ്റ്സ് ആർ സീരിയലി ജോയിൻഡ്. ഒന്നിലധികം റോക്കറ്റ് സീരിയലായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സീരിയലായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട്. ഇപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 അങ്ങനെ 4 സ്റ്റേജിലുള്ള റോക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഓരോ സ്റ്റേജ് ഇങ്ങനെ ഒന്നിന് ശേഷം ഒന്നായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് മൾട്ടി സ്റ്റേജ് റോക്കറ്റ് ഉണ്ടാകുന്നത്. ദെൻ അവിടെ എന്ത് നടക്കുന്നു? ഇനീഷ്യലി ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഓപ്പറേറ്റഡ്. ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റേജാണ് ഓപ്പറേറ്റ് ചെയ്യുക. വെൻ ദ ഫ്യൂവൽ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്, ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് സ്റ്റാർട്ടഡ്. സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദ ഫസ്റ്റ് സ്റ്റേജ് ആദ്യം ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ആ ഫസ്റ്റ് സ്റ്റേജിലെ ഇന്ധനം എല്ലാം കത്തി തീർന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ത് ചെയ്യും? ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ റോക്കറ്റ് ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ആൻഡ് ഗെറ്റ് ബേൺഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഇന്ധനം മുഴുവൻ കത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിനെ റോക്കറ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. എന്നിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോവും. അതായത് ആ റോക്കറ്റിൽ നിന്ന് അത് വേർപെടുത്തിയിട്ട് അന്തരീക്ഷത്തിലേക്ക് പോവും. അന്തരീക്ഷത്തിൽ അതെന്ത് ചെയ്യും? ഗെറ്റ് ബേൺഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഘർഷണം കാരണം അതവിടെ കത്തി നശിച്ചു പോയിക്കോളും. അങ്ങനെ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. സെക്കൻഡ് സ്റ്റേജിലെ ഇന്ധനം കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജും ഇതുപോലെ റോക്കറ്റിൽ നിന്ന് വേർപെട്ട് അന്തരീക്ഷത്തിലേക്ക് വീഴും. അവിടെ വെച്ചിട്ട് അത് ബേൺ ചെയ്യും. അതപ്പോൾ തേർഡ് സ്റ്റേജ് ഓപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ തേർഡ് സ്റ്റേജ് പോവും. അങ്ങനെ ഫോർത്ത് സ്റ്റേജ് വരും. അങ്ങനെ എത്ര സ്റ്റേജ് ഉണ്ടോ അത്രയും സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് എത്തുമ്പോഴേക്കും ഉദ്ദേശിച്ച വെലോസിറ്റി അവിടെ റോക്കറ്റിന് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു റോക്കറ്റിൻ്റെ ഫങ്ഷൻ എന്താണോ, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത് അത് നമുക്ക് നേടാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റേജസ് ഫിക്സ് ചെയ്തിട്ടാണ് ഇവിടുന്ന് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള അത്രയും സ്റ്റേജസ് റോക്കറ്റിൽ ഉണ്ടാക്കുന്നു. അതിപ്പോൾ 1, 2, 3, 4 ആവണമെന്നില്ല, കൂടുതൽ സ്റ്റേജുകൾ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. നമ്മൾ ഉദ്ദേശിച്ച എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് അത് ആവശ്യമായിട്ടുള്ള അത്രയും സ്റ്റേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് റോക്കറ്റ് ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് മൾട്ടി സ്റ്റേജ് റോക്കറ്റിൻ്റെ ഓപ്പറേഷൻ. ഫസ്റ്റ് ഒന്നിലധികം സ്റ്റേജസാണ് അവിടെ ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഇന്ധനം മുഴുവനായിട്ട് കത്തി തീരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിനെ വേർപെടുത്തിയിട്ട് അന്തരീക്ഷത്തിലേക്ക് ഇടും. അത് അവിടെ ഫ്രിക്ഷൻ കാരണം ബേൺ ചെയ്യും. പിന്നെ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഉള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മളിന്ന് നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? റീകോയിൽ, ഒരു ഗണ്ണിൻ്റെ റീകോയിൽ എന്താണെന്നുള്ളത്. ഗണ്ണിൻ്റെ റീകോയിൽ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മോഷൻ ഓഫ് ദ ഗൺ ആഫ്റ്റർ ഫയറിങ് ദ ബുള്ളറ്റ്. ദെൻ റീകോയിൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ -mv/m. ദെൻ ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഇൻ്റർവൽ. ദെൻ റോക്കറ്റ് പ്രൊപ്പൽഷൻ, റോക്കറ്റ് എന്താണെന്നും എന്താണ് റോക്കറ്റിൻ്റെ വർക്കിംഗ് എന്നുള്ളതും. ദെൻ ചെറിയൊരു ഇക്വേഷൻ, ആക്സിലറേഷൻ, റോക്കറ്റിൻ്റെ ആക്സിലറേഷൻ കാണാനുള്ളൊരു ഇക്വേഷൻ. ദെൻ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം,
റോക്കറ്റ് പ്രൊപ്പൽഷനിൽ എങ്ങനെയാണ് മൊമെൻറ്റം കൺസർവ്ഡ് ആയിട്ടുള്ളതെന്നും ദെൻ മൾട്ടി സ്റ്റേജ് റോക്കറ്റ് എന്താണ്. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്നുള്ള ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അത് പ്രത്യേകം മനസ്സിലാക്കണം. റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്നുള്ള ഒരു ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് എന്താണ് ഒരു റോക്കറ്റ് എന്നും റോക്കറ്റിൻ്റെ വർക്കിംഗ് എന്താണെന്നും പിന്നെ അതിൻ്റെ കൺസർവേഷൻ എങ്ങനെയാണ് റോക്കറ്റിൽ മൊമെൻറ്റം കൺസർവ്ഡ് ആയിട്ടുള്ളതെന്നും ദെൻ മൾട്ടി സ്റ്റേജ് റോക്കറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തിയറി പോർഷൻ കഴിഞ്ഞു. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.